ഒന്നുമില്ല. എന്നാ എവിടെ പോവാ രാവിലെ? കാനപ്പള്ളിക്കോ? ഓ ശരി. ഒന്ന് കയറിക്കട്ടെ, നമുക്ക് ചെറിയൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി. കുഴപ്പമില്ല. നമസ്കാരം. എന്നോടൊപ്പം ഉള്ളത് വി കൺസ്ട്രക്ഷൻസിൻ്റെ ഉടമ കൂടിയായ ശ്രീ സജു ആണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ യാദൃശ്യമായിട്ടാണ് കാണാനിടയായത്. നമുക്കൊരു വളരെ ഗൗരവമുള്ള വിഷയം, മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് കേരളത്തിൽ ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഷാജൻ സ്കറിയ. അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഒരു ആക്രമണത്തെ നമ്മൾ നിസ്സാരമായി കരുതരുത്. അദ്ദേഹം മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞൊരു ഒരുത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത്. 4 അംഗ സംഘമായിരുന്നു. അവരെ കേരള പോലീസിൻ്റെ, അതായത് തൊടുപുഴ പോലീസിൻ്റെ കൃത്യമായ ഇടപെടലോടുകൂടി ബംഗളൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യണേ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഈ മാത്യു കൊല്ലപ്പള്ളി ഇതിൻ്റെ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പാർട്ടി വിരുദ്ധൻ എന്ന പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് വളരെയധികം കാലങ്ങളായി. നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം നമ്മുടെ പാർട്ടി അടിമകൾക്ക്, ഞാനിത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഈ ഒരു ആക്രമണത്തെ എങ്ങനെയാണ് ഒരു ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ പിന്നെ പ്രത്യേകിച്ച് ഈ കേരള സമൂഹത്തിലുള്ള ഹരിയാകരിരിക്കുന്ന ആരെങ്കിലും ഇതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുമോ? ശുദ്ധ തെമ്മാടിത്തരമാണ് ഷാൻജൻ്റെ അടിക്കാൻ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അടിച്ചാൽ പോലും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം തിരിച്ച് കൈ പോലും പൊക്കുന്ന ഒരു മനുഷ്യനല്ല. കാരണം അവരുടെ ഫാമിലി അങ്ങനെ. കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈശ്വരവിശ്വാസികളും മറ്റുള്ള മനുഷ്യരെ സഹായിക്കുന്നവരും മറ്റുള്ളവരുടെ സഹതാപത്തിൽ അവർ കൂടെ ചേർന്നുകൊണ്ട് അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു കുടുംബക്കാരവർ. കൃത്യമായ വിശ്വാസികളും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാത്രം ജീവിക്കുന്ന ഒരു ഫാമിലി അവർ. ഒരു കാരണവശാലും ആ പ്രദേശത്തോ ആ നാട്ടിലുള്ള ആരും തന്നെ അവരെപ്പറ്റി മോശമായിട്ട് ഒരു അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് ഞങ്ങളാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അതിനകത്ത് ഷാൻജൻ ഉൾപ്പെടെ ഒരു പങ്ക് കാണും. അതിനകത്ത് നമുക്ക് ഇതിന് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ രാഷ്ട്രീയം. എങ്കിൽ ഇപ്പോൾ ഒരു സഹോദരങ്ങളെ പോലെയാണ് ഞങ്ങളെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നിലകൊള്ളും. വൺ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. ഒരു നോബൽ പ്രൈസിന് പോലും അർഹതയുണ്ടായ ഒരു പുസ്തകത്തിൻ്റെ അകത്തെ, അതായത് വെറും 82 പേജുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നൊരു പുസ്തകമാണത്. ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറുനാടൻ ഷാജിനെതിരെയുള്ള ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ വാർത്ത ചെയ്യണമോ വേണ്ടോ എന്ന്, കാരണം ഇത് സംബന്ധിച്ച് പഠനം വേണം എന്നെനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് നിരന്തരം സംസാരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കുറ്റം എന്ന് പറയുന്നത്. കണ്ടുപിടിച്ച കുറ്റമാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഗൗരവമുള്ള കാര്യം, 2ാമത്തെ കാര്യമാണ് ഗൗരവമുള്ള വിഷയം. മാത്യൂസ് എന്ന് പറഞ്ഞ ഒരു ഇടുക്കി ജില്ലക്കാരൻ, അവൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അവൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത മറുനാടൻ ഷായം കൊടുത്തു. ക്രൂരമായ പീഡനമാണ് ആ സ്ത്രീ അനുഭവിച്ചത്. ഒരു പെൺകുട്ടി, സ്ത്രീയൊന്നും പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ, ഈ മാത്യൂസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ പ്രബലമായ ബന്ധങ്ങളുണ്ട്. ഇവൻ്റെ ഇഷ്ടം പോലെ പടങ്ങൾ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കൾക്കൊപ്പമുള്ള എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവൻ 2-3-4 പേരെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഈ മറുനാടൻ ഷായനെ ആക്രമിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ ഇങ്ങനെ തെരുവിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, അത് തെരുവ് ഗുണ്ടകളുടെ ആക്രമണത്തിൽ പെടുന്ന ഒരവസ്ഥയെപ്പറ്റി എങ്ങനെ കാണുന്നു? അതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ ഇപ്പോൾ ഏതാണ്ട് 3 ദിവസം വെച്ചുമായി ഇദ്ദേഹത്തെ ആക്രമിച്ചിട്ട് മാധ്യമ പ്രവർത്തകർ അതിന് ഇതുവരെയായിട്ടൊരു പ്രതിഷേധം ശക്തമായിട്ട് നടത്തിയിട്ടില്ലെന്നുള്ളൊരു ഭയങ്കര ഒരു സഹതാപകരമായ കാര്യം. കാരണം ഇന്ന് ഷാൻജാന് പറ്റിയ നാളെ സൈസാറിന് സംഭവിക്കാം. കാരണം അത് തീർച്ചയായിട്ടും നാളെ മറ്റാർക്കും സംഭവിക്കാം. ഇപ്പം എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും അസുഖമുള്ളവരോ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാളെ അവർക്കും ഈ അനുഭവം തന്നെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇത്ര ഒരു വാർത്ത എന്ന് വെച്ചാൽ, നമുക്ക് മാധ്യമങ്ങളില്ലെങ്കിൽ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നതല്ല ലോകം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു മാധ്യമപ്രവർത്തനമായിട്ട് മാത്രം പറയുന്നതല്ല, ഒന്നുമല്ലാതായിപ്പോവും. ഈ ജനത ഒന്നുമല്ലാതായിപ്പോവും. ആരും ഒന്നും അറിയില്ല. ഒരു പട്ടിണി മരണം പോലും ആരും അറിയത്തില്ലാത്ത അവസ്ഥ വരും. വായ് മൂടി കെട്ടുക എന്നുള്ളത്, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഉത്തര കൊറിയയിൽ, ഞാൻ വളരെ അല്പം ശാന്തമായിട്ട് പറയത്തുള്ള വിഷയം, ഉത്തര കൊറിയ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇൻ്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങൾ പോലും പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാര്യവും ആർക്കും അറിയാൻ സാധിക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്.
ക്രൂരമായ പീഡനങ്ങളും വൈകാരികമായ സംഘർഷങ്ങളും നേരിട്ടുകൊണ്ടാണ് ഓരോ മാധ്യമപ്രവർത്തനം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഷാജൻ സ്കറിയ അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനാണ്. അതിൻ്റെ ചുരുക്ക് മറ്റു ചില മാധ്യമങ്ങൾക്കുണ്ട്. ഈ വിഷയം ഒരു സംഭവമായിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനൊരു വാർത്തയാക്കുക പോലും ചെയ്തത്. എന്തായാലും ബിനു ബിജോണിനെ അഭിനന്ദിക്കാതിരിക്കാൻ അറിവില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയാക്കി വരെയുണ്ട്. വലിയ നീണ്ട അവരുടെ ന്യൂസ് അവർ ഒരു ചർച്ചയാക്കി. സംസാരിക്കാൻ ശേഷിയില്ലാത്തവൻ്റെ ആയുധത്തിൻ്റെ പേരാണ് കൈ. മുഖ്യധാരാ മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, ഓൺലൈൻ മീഡിയാസ്, ഇതിനൊരു 3 ഘടകമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇതിനെയാണ്, പറയേണ്ട കാര്യമില്ല, ഓൺലൈൻ മീഡിയാസിനെ. ഈ ഷാജൻ്റെയൊക്കെ വീഡിയോസൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. ഞങ്ങൾക്ക് പോലും നമ്മൾ പിന്നെ ജനങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. ഈ ഒരു 10 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു റേറ്റിംഗ്, ജനങ്ങളുടെ ഉണ്ടാക്കിയ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ഒരു പത്രം കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, ഇപ്പോൾ മനോരമ കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, മനോരമയ്ക്ക് 18 ലക്ഷം കോപ്പിയോ ഉള്ളെങ്കിൽ കാണും, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. കഴിഞ്ഞ ഓണമാണോ അതിന് മുമ്പത്തെ ഓണോ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഫേസ്ബുക്ക് കിടപ്പുണ്ട് ആ പോസ്റ്റ്. ഞാനിവിടെ യാത്ര ചെയ്ത പുള്ളി അദ്ദേഹം തിണ്ണയിലിരിക്കുക, ഷർട്ട് കോഴിയുടെ. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ചെന്നു. ഷാൻചേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഇടത്തി വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി കണ്ടപ്പോൾ ഇറങ്ങി ചെന്നു. അദ്ദേഹം എപ്പോഴും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാണുന്നില്ലല്ലോ. ഷാൻചേട്ടൻ എന്നെ ഇറങ്ങി അമ്മയോടത്ത് ഓണം ഉണ്ടാൻ വന്നാന്ന് പറഞ്ഞു. എനിക്ക് ഈ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചവരോട് പറയാനൊരു കാര്യം, ഇവർക്കും അമ്മയുണ്ട് വീട്ടിൽ, അതെ, ഇവർക്കും മക്കളുണ്ട്. ഈ ഷാൻചേട്ടനും അമ്മയും അച്ഛനും ഉണ്ട്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചോളം അവർ വളരെ സാധുക്കളായ ആൾക്കാരാണ്. ഒരു മനുഷ്യനും ഒരു ദ്രോഹവും, ഒരു മനുഷ്യനെ അവരടിച്ചാൽ പോലും തിരിച്ചടിക്കത്തില്ലാതെ. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അത്യാവശ്യം അത് ക്ഷേത്രത്തിന് മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ അതിലുപരിയായിട്ട് നമ്മൾ അറിയാതെ 100 കണക്കിന് ആൾക്കാരെ ഇവർ സഹായിക്കുന്നുണ്ട്. അവർ പബ്ലിസിറ്റി ചെയ്യാതെ 100 കണക്കിന് ആൾക്കാർ, അവർക്ക് കല്ല് വിവാഹമായിട്ടും മെയിനായിട്ടൊരു വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അവരുടെ അടുത്ത് ആര് സമീപിച്ചാൽ ആ ഫാമിലി വണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ഫാമിലിയാണ് എനിക്ക് ഈ ഉപദ്രവിച്ചവരോട് പറയാനുള്ളത്. ഇവരുടെ വീട്ടിലും അമ്മയുണ്ട്, ഇവരെ കാത്തിരിക്കുന്ന അമ്മ വീട്ടിലുണ്ട്, ഇവരെ കാത്തിരിക്കുന്ന മക്കൾ കാണും. അതുപോലെ ഷാൻചാൻ്റെ വീട്ടിലും അവർ അമ്മയും മക്കളും കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു ചിന്ത ഇവർ കാണിക്കണം. ഷാൻചാനെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ, അദ്ദേഹത്തിന് അടിച്ചാൽ അദ്ദേഹം തിരിച്ചടിക്കുന്ന പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര ഒരു തിരിച്ചടിക്കാൻ കരുത്തൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അങ്ങനെ അവർ ആ ഫാമിലി അവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന പഠിപ്പിക്കാത്ത ഒരു ഫാമിലിയാണ്. അവരെപ്പറ്റി കൃത്യം അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അത്ര കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മാധ്യമ ജോലി അദ്ദേഹം അത് ചെയ്യും. അതിനെ മറ്റുള്ളവർ അങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ഇവിടുത്തെ CPM-മാർ അറിയേണ്ടതുണ്ട്. 1848 എനിക്ക് തോന്നുന്നത് ഡസ് ക്യാപിറ്റൽ എഴുതുന്നത്, കാറൽ മാർക്സ് എഴുതുന്നത്. അതിന് 1 വർഷം മുമ്പാണ് ഹെർമൻ ഗുണ്ടറ്റ് കേരളത്തിൽ, അതിനു മുമ്പേ അദ്ദേഹം വന്നിരുന്നു, മലയാളം പഠിച്ചിട്ട് 1847 രാജ്യസമാചാരം എന്ന് പറഞ്ഞൊരു പത്രം തുടങ്ങിയ ഒരു സ്ഥലമാണ് കേരളം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് കഴിഞ്ഞ് 1 കൊല്ലം കൂടെ കഴിഞ്ഞാണ് കാറൽ മാർക്സ് ഈ പറഞ്ഞ ഡസ് ക്യാപിറ്റൽ എഴുതുന്നത്. അപ്പോൾ അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡസ് ക്യാപിറ്റൽ അത് കഴിഞ്ഞാൽ ക്ഷമിക്കണം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. കാറൽ മാർക്സിൻ്റെ ഏംഗൽസിൻ്റെ ലേഖനങ്ങൾ അതിനൊക്കെ വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് എഴുതുന്നത്. ഇനി ഒരു സ്വല്പം ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 1887 ഇറങ്ങിയ പത്രമാണ് ദീപിക. അന്ന് അതിൻ്റെ പേര് നസ്രാണി ദീപിക എന്നാണ്. 1 കൊല്ലം കഴിഞ്ഞ് മനോരമ ഇറങ്ങി. വിപ്ലവം ഉണ്ടാകുന്ന കാറൽ മാർക്സിൻ്റെ ലെനിൻ്റെ വിപ്ലവം ഉണ്ടാകുന്ന ഏത് വർഷത്തിലാണ്? 1918, 20 ആ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് ലെനിൻ്റെ വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിപ്ലവ പാർട്ടികളെക്കാൾ എത്രയോ പഴക്കമുണ്ട് നമ്മുടെ കേരളത്തിലെ പത്രസ്ഥാപനങ്ങൾക്ക്, അല്ലെ മാധ്യമ ജീവിതത്തിന്. എത്രയോ അറിവുള്ള മനുഷ്യർ, എത്രയോ കാഴ്ചപ്പാടുകളുള്ള മനുഷ്യർ ആവിഷ്കരിച്ച ഒരു സാധനമാണ് കേരളത്തിലെ ദിനവൃത്താന്തം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. മാധ്യമപ്രവർത്തനം വരുന്നവനും പോകുന്നവനും തൊഴിക്കാനും അടിക്കാനുമുള്ള സാധനമാണിത്. ആണോ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ ആശയം കൊണ്ട് നേരിടൂ. എത്രയോ സൈബർ ഇടങ്ങളുണ്ട് ഇപ്പോൾ. വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ, എന്തൊരു സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ. യൂട്യൂബ് ആയാലും നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങളതിനെ നേരിട്. ഒരുത്തൻ പറയുന്നതിനെ അങ്ങനെ നേരിടാൻ പഠിക്കണം. അങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ ആണത്തമുണ്ടെന്ന് പറയാം.
അപ്പോൾ ഷാജിൻ്റെ ഒരു ഭരണഘടനയുണ്ട്, ആ ചാനലിൽ ഉണ്ട്. അതിൻ്റെ പേരിൽ ആക്രമണം അഴിച്ചുവിടുക എന്നൊക്കെ പറയുന്നത് പാടില്ല. അത് തന്നെയല്ല, അതിപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രവർത്തിക്കുന്ന കാര്യം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇന്ന് നിയമങ്ങളുണ്ടല്ലോ. ഇത് ഇത്രയും വലിയ നിയമ സംവിധാനമുള്ള ഒരു രാഷ്ട്രമല്ലേ ഭാരതം. ഇവിടുന്ന് ലോകത്തിൽ ഏറ്റവും വലിയ നിയമ സംവിധാനമുള്ള ഈ ഭാരതത്തിൽ എന്തിന് പിന്നെ അപ്പോൾ അത് നിയമപരമായിട്ട് ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഈ പാത്തിരുന്ന് ആക്രമിക്കുന്നത്. ആർക്കാരെയും പാത്തിരുന്ന് ആക്രമിക്കാൻ വയ്യ. ഭീരുക്കളുടെ സ്വഭാവമാണ് അത് തീർച്ചയായും. അത് ഒരിക്കലും അങ്ങനെ പാടില്ല. ഒരു കാരണത്തിനും ചെയ്ത് ശരിയല്ല. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഇവർ രാഷ്ട്രീയപരമായിട്ടും എന്തെങ്കിലും സ്വാധീനം ചെയ്ത് ഇവർ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഇവർ രക്ഷപ്പെടത്തില്ല. അത് യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം അത്ര വിശ്വസിക്കുന്ന അത്ര സാധുക്കളായ ഒരു ആളെ ഇദ്ദേഹം ഇവർ ഉപദ്രവിച്ചേക്കുന്നത്. അത് കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, അറിയപ്പെടുന്നതല്ല ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അല്ലേ. ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, എന്താ മനോരമയിലെ ഒരു മുതിർന്ന ജേർണലിസ്റ്റിൻ്റെ പേര് പറയാമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സൈന് പറയാൻ പറ്റും. ഞാൻ എനിക്ക് സഹിച്ചതിനെ സംബന്ധിച്ചാലും എനിക്ക് അതിലും അത് ഓർമ്മ കൂടുതൽ വരുന്നത് ഷാജാൻ്റെ. ഷാജാനെ സംബന്ധിച്ചാലും അറിയത്തില്ലാത്തതുകൊണ്ട് ഇന്ന് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ആരും കാണത്തില്ല. എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെതിരായിട്ട് ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നിരുന്നെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായി മാറുമായിരുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകനെതിരെ ഒരു ആക്രമണം നടത്തുന്നെങ്കിൽ വലിയ വാർത്തയായി മാറും. പക്ഷേ കേരളത്തിലെ ഈ സംഭവം വേണ്ടത്ര ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിക്കും അത് ഭയങ്കര അതിനകത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഇത് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു. ഇത് പ്രതികരിക്കാത്തതിൻ്റെ അനുഭവം വീണ്ടും മറ്റുള്ളവർക്കുണ്ടാവും. ഇന്ന് ഞാൻ നാളെ നീ തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട.